മുസ്ലിം മൈനോറിറ്റി അല്ല മുസ്ലിം സമുദായം മാത്രം വോട്ട് ചെയ്തിട്ടല്ലോ മുസ്ലിം ലീഗ് ജയിക്കുന്നത്. അപ്പോൾ UDF വലിയ വിജയം ഉണ്ടായി. അപ്പോൾ വെള്ളാപ്പള്ളി എടുത്ത പണി ആർക്ക് വേണ്ടിയായിരുന്നു? BJPക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുക, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടി നിൽക്കുന്ന മുന്നണിക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കുക എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ പറയുന്ന വ്യാജങ്ങൾ പറഞ്ഞ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനാ നിലയ്ക്കുള്ള സ്വീകാര്യത ഈഴവ സമുദായത്തിനകത്ത് പോലും പൂർണ്ണമായും കിട്ടിയിട്ടില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രാറ്റജി വർക്കാകുമോ എന്ന് CPM ആലോചിക്കേണ്ടതാണ്. അവർ ആലോചിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇപ്പോഴും വെള്ളാപ്പള്ളിയെ പൂർണ്ണതോതിൽ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ക്ഷേമ പദ്ധതികളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുകയും എല്ലാത്തരം വർഗീയതയും തള്ളുന്ന നിലയെടുക്കുകയും ചെയ്യുന്നതാണ് ഗോവിന്ദ മാഷ് വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു പുതിയ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അതിനെ പ്രചരിപ്പിക്കാനുള്ള സമയം തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. വളരെ പെട്ടെന്ന് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴും എന്താണോ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രചാരണ സിനാരിയോ അതിൻ്റെ ഒരു വക്കിൽ തന്നെയാണ് ഇപ്പോഴും CPM നിൽക്കുന്നതെന്ന് തോന്നുന്നു. നിഷാദ്, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ 10 വർഷമായി സർക്കാർ അത് അനുവദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷനുകളോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം? ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം? ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ 10 വർഷം മുമ്പ് കിട്ടാത്ത കോളേജിനെ കുറിച്ച് ഇപ്പോഴാണോ പറയേണ്ടത്? 10 വർഷമായിട്ട് വേറെ സർക്കാരിലെ ഭരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണല്ലോ വെള്ളാപ്പള്ളി പൊളിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 10 വർഷം ഈ പുതിയ 10 വർഷത്തിൻ്റെ കണക്കും കഥയും പറയേണ്ടത് ഈ സർക്കാരാണ്. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഞങ്ങൾ പുതിയ എയ്ഡഡ് കോളേജുകളോ സ്കൂളുകളോ ഒന്നും അനുവദിക്കുന്നില്ല, മലപ്പുറത്തടക്കം അങ്ങനെ അനുവദിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന ഡിമാൻഡിനകത്ത് എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യം ഉള്ളതായിട്ട് CPM കാണുന്നില്ല. അമൃത, CPM-നും അറിയാം വെള്ളാപ്പള്ളി മലപ്പുറത്ത് ഞങ്ങൾക്ക് കോളേജില്ല എന്ന് പറയുന്നത്, മലപ്പുറത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വെള്ളാപ്പള്ളി ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് CPM-ന് അറിയാം. ജെന്യുവിനായിട്ടുള്ളൊരു കാര്യമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നതെങ്കിൽ എത്ര പെട്ടെന്ന് ഡീൽ ചെയ്തേനെ. വെള്ളാപ്പള്ളി ഉന്നയിക്കുന്ന ഞങ്ങൾക്കൊരു കോളേജില്ല, ഒരു സ്കൂളില്ല, ഞങ്ങൾക്ക് അധ്യാപക നിയമനത്തിന് ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPM അങ്ങോട്ട് ചെല്ലും. കണിച്ചുകുളങ്ങരയിൽ ചെന്ന് CPM അത് ചെയ്തു കൊടുക്കും. പക്ഷേ ഈ ഉന്നയിക്കുന്ന ആവശ്യം അത് കിട്ടാൻ വേണ്ടിയല്ല എന്നും ഡിവിഷൻ ഉണ്ടാക്കാനാണെന്നും പഴയ 10 വർഷം മുമ്പത്തെ മുസ്ലിം ലീഗിനെ കുത്തി ഡിവിഷൻ ഉണ്ടാക്കാനാണ് എന്ന് CPM-ന് അറിയാമെന്നതുകൊണ്ടാണ് CPM പറയുന്നത് അവിടെ അങ്ങനെ ഒരു കോളേജിൻ്റെ ആവശ്യമില്ല, കേരളത്തിൽ എവിടെയും ആവശ്യമുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു ജെന്യുവിൻ ഇഷ്യൂ ഒരാൾ റേസ് ചെയ്യുന്നുവെന്ന് CPM കാണുന്നില്ല, നാട്ടുകാരും കാണുന്നില്ല. വെള്ളാപ്പള്ളി തന്നെയും ഉള്ളാലേ ഞങ്ങൾക്ക് കോളേജ് കിട്ടാൻ വേണ്ടി എന്ന് പറയുന്ന കാര്യമല്ലല്ലോ ഇത്. അതെ, ഇനി നമുക്ക് ശബരിമലയിലേക്ക് വരാം. നിഷാദ്, നമുക്കറിയാം എത്രയൊക്കെ ശബരിമല വിഷയം ആദ്യ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്ന് പറയുകയാണെങ്കിലും അവസാന ഘട്ടത്തിൽ അത് അംഗീകരിക്കേണ്ട ഒരു നിലപാടിലേക്ക് കടക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ് എത്തിയിരിക്കുന്നത്. എൻ വാസു ആയാലും പത്മകുമാർ ആയാലും എൻ വിജയകുമാർ ആയാലും ഒക്കെ അകത്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴെങ്കിലും ഈ ഘട്ടത്തിലെങ്കിലും എന്തെങ്കിലും ഒരു നടപടിയൊക്കെ പത്മകുമാറിനെതിരെ ഉണ്ടാകുമെന്ന് കരുതാമോ? ഈ 15 തീയതി മുതൽ 22 തീയതി വരെ ഭവന സന്ദർശനം നടത്താൻ പോവുകയാണ് CPIM. എന്തുകൊണ്ടാണ് തോറ്റുപോയത് എന്ന് പഠിക്കുന്നതിൻ്റെ ഭാഗമാണത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, അവിടെ ചെല്ലുന്ന പ്രാദേശിക സഖാക്കളോട് ശബരിമലയിലെ സ്വത്ത് പോയില്ലേ, നിങ്ങൾ തലപ്പത്തിരിക്കുമ്പോഴല്ലേ പോയത്, നിങ്ങളുടെ ആളുകളിലെ പിടിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്ന്. ആ മറുപടി ഞങ്ങൾ പറഞ്ഞോളും, അങ്ങനെ ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട എന്ന് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു. എന്നിട്ട് മാത്രം പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ കഴിയുന്ന നിലയില്ല. പത്മകുമാർ ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റ് അദ്ദേഹം ഈ ക്രിമിനൽ കേസിൽ പങ്കാളിയായതാണോ, കണ്ടിട്ടും മൗനം അവലംബിച്ചതാണോ, അതോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്കുണ്ടായിട്ടുള്ള കേവലമായ ജാഗ്രത കുറവാണോ, അതെന്താണെന്ന് മനസ്സിലാവാതെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെത്ര ബഹളം ഉണ്ടാക്കിയാലും ഞങ്ങൾ നടപടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു.